ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ പോലെ ചപ്പിയായിട്ടുള്ള വുമൻസിനും ഗേൾസിനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളെ ചപ്പിയായിട്ടുള്ളവർ എന്ത് രീതിയിൽ ഡ്രസ്സ് ധരിച്ചാലാണ് ഒരു സിം ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ പോലെ ചബ്ബിയായിട്ടുള്ള ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ വണ്ണമുള്ള ആൾക്കാർ ഡ്രസ്സിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്ലിം ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ ടിപ്സുകളാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ടിപ്സ് ആയിട്ട് പറഞ്ഞു പോകാം. വണ്ണമുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വണ്ണം കൂടുതലായിട്ട് തോന്നിക്കുന്ന ശരീരഭാഗങ്ങൾ ഈ ആംസ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വേസ്റ്റ്, പിന്നെ വരുന്നത് തൈയാണ്, തൈ ഫാറ്റ്. പിന്നെ അതുപോലെ തന്നെ ബാക്കും കൂടുതലായിട്ടൊക്കെ തോന്നിക്കും. അപ്പൊ അതൊക്കെ നമ്മളൊരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും നമുക്ക് ധരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കുമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ടിപ്സുകൾ പറയുന്നതൊക്കെ ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഷേപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നമ്മുടെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണം. കാരണം ചില ആൾക്കാർക്കാണെങ്കിൽ അപ്പർ ബോഡി ആയിരിക്കും കൂടുതൽ. അത് ഈ ഷോൾഡർ ഭാഗം മുതൽ ഈ ചെസ്റ്റ് വരെയുള്ള ഭാഗമാണ് അപ്പർ ബോഡി എന്ന് പറയുന്നത്. വേസ്റ്റിന് താഴോട്ട്, വെല്ലിക്ക് താഴോട്ട് കാല് വരെയുള്ള ഭാഗമാണ് ലോവർ ബോഡി അല്ലെങ്കിൽ ബോട്ടം ബോഡി എന്നൊക്കെ പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് വണ്ണമുള്ളവർക്ക് കൂടുതലായിട്ടും ഉള്ളത് വയറായിരിക്കും അല്ലെ, വയർ. അപ്പൊ ഈ വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ വയറൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈൻ കുർത്തീസ് യൂസ് ചെയ്യാം. ഗൗൺ പോലത്തെ ഡ്രസ്സുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ആ വേസ്റ്റിലെ വയറിന്റെ ഭാഗത്തു നിന്ന് താഴേക്ക് വിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഗൗൺസും ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലിമ്മർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പർ ബോഡിയിൽ കൂടുതൽ വണ്ണമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു ലൂസായിട്ടുള്ള ഒരു ടോപ്പും, പിന്നെ ലൂസ് എന്ന് പറഞ്ഞാൽ ഹെവി ലൂസ് അല്ല, എങ്കിലും മിനിമലായിട്ട് ഇരിക്കുന്ന ഒരു ലൂസായിട്ടുള്ള ഒരു ടോപ്പും, പിന്നെ നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള, കാരണം നമ്മുടെ കാലിന്റെ ഭാഗത്തൊക്കെ വണ്ണം കുറവാണല്ലോ, അപ്പം ടൈറ്റ് ആയിട്ടുള്ള ഒരു പാന്റും യൂസ് ചെയ്യാവുന്നതാണ്. ലോവർ ബോഡിയിൽ വേസ്റ്റിന്റെ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഗൗൺ ധരിക്കാം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട പാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പാൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പലോസോ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പാട്ടിയാല പാൻസും യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു കാലിന്റെ ഭാഗത്തൊക്കെ വണ്ണമുണ്ട്, ആ വണ്ണം ആൾക്കാരധികം മനസ്സിലാക്കാതിരിക്കാനാണ് ഈ ലൂസായിട്ടുള്ള പാൻസുകൾ യൂസ് ചെയ്യുന്നത്. കാലിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടും വണ്ണമുള്ളവരാണെങ്കിൽ പെൻസിൽ പാൻറ്റും ലെഗിൻസും യൂസ് ചെയ്യാണ്ടിരിക്കണം. ലെഗിൻസും പെൻസിൽ പാൻറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കാലിന്റെ ഭാഗത്തെ വണ്ണമൊക്കെ നന്നായിട്ട് ബൾജ് ചെയ്ത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഭയങ്കര വണ്ണമുള്ള ഒരാളാണെന്ന്. അപ്പൊ അത് വന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഡ്രസ്സാണ്. അപ്പൊ നമ്മൾ ബോഡിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, ഇനി നമ്മൾ സൈസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സൈസ് നോക്കുമ്പം നമ്മളിപ്പം വിചാരിക്കും വണ്ണമുള്ളവരാണ്, നമുക്ക് ടൈറ്റ് ആയിട്ടുള്ളത് ഇടാമെന്ന് വിചാരിച്ചാൽ ബോഡി പാർട്സ് എല്ലാം ഇങ്ങനെ എടുത്തറിയും. അതല്ല, നിങ്ങൾ ഇത് ലൂസായിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണെങ്കിലോ അത് ഭയങ്കരമായിട്ട് വണ്ണവും തോന്നിപ്പിക്കും. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് രണ്ടിനും മിഡിലായിട്ടുള്ള ഒരു സൈസിൽ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. അധികം ലൂസും അല്ല, എങ്കിൽ അധികം ടൈറ്റും അല്ല, ആ രീതിയിലുള്ള ഡ്രസ്സിന്റെ സൈസ് ആയിരിക്കണം നമ്മളെ പോലെ ചപ്പി ഗേൾസ് സെലക്ട് ചെയ്യാനായിട്ട്. അടുത്തത് കളർ സെലക്ഷൻ ആണ്. കളർ സെലക്ഷൻ വരുമ്പോൾ നമ്മൾ വണ്ണമുള്ളവർ യൂസ് ചെയ്യേണ്ടത് ഡാർക്കായിട്ടുള്ള കളറാണ്. അപ്പൊ ഡാർക്കായിട്ടുള്ള കളർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ണം അധികമായിട്ട് അറിയത്തില്ല. ഇപ്പൊ ലൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള ഡ്രസ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ബോഡി പാർട്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ബൾജ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഡാർക്ക് കളറിലെ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡാർക്ക് കളർ എന്ന് പറയുമ്പം അതില് ബ്ലാക്ക് വരാം, വയലറ്റ് വരാം, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, മെറൂൺ, പിന്നെ നേവി ബ്ലൂ ഒക്കെ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു കാരണവശാലും ബേബി പിങ്ക്, ചന്ദന കളർ പോലത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബോഡി പാർട്സ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഡാർക്ക് കളറിലെ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ ഒരു സ്ലിം ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ദി ഡ്രസ്സാണ്. ഇപ്പോൾ നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് പ്രിന്റഡ് ഡിസൈൻസിലുള്ള ഡ്രസ്സുകളാണ് അല്ലേ.
അപ്പം പ്രിന്റഡ് ഡിസൈൻസിലുള്ള ഡ്രസ്സുകൾ നമ്മൾ എടുക്കുമ്പം ചെറിയ ചെറിയ പ്രിന്റ് ഡിസൈനുള്ള ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. വലിയ വലിയ പ്രിന്റഡ് ആയിട്ടുള്ള, അതായത് ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവർ, ഹെവി ആയിട്ട് ഈ കാർട്ടനിൽ കാണുന്ന പോലെ ഹെവി ആയിട്ടുള്ള റൗണ്ട്, അങ്ങനത്തെയും ഹെവി ആയിട്ടുള്ള ചെക്ക്, അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കണം. നിങ്ങൾ പ്രിന്റഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ സ്മോൾ ഫ്ലവേഴ്സ്, സ്മോൾ സർക്കിൾസ്, അങ്ങനത്തെ സ്മോൾ ഡിസൈൻസിലുള്ള ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. വലിയ ഡിസൈനുള്ള ഡ്രസ്സുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വൈഡായിട്ട് തോന്നിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ ഡിസൈനിലുള്ള ഡ്രസ്സ് എടുക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഒരു ഇട്ടേക്കുന്ന ഡ്രസ്സിൽ ചെറിയ ചെറിയ പ്രിന്റഡ് വർക്കുകളാണുള്ളത്. ഹെവി ആയിട്ടൊരു ഫ്ലവേഴ്സ് ഉള്ള ഡ്രസ്സായിരുന്നു ഇതെങ്കിൽ എനിക്ക് ശരിക്കും വണ്ണം തോന്നിച്ചേനെ. ഇപ്പൊ ഞാൻ ചെറിയ പ്രിന്റുകളുള്ള ഡ്രസ്സായതുകൊണ്ട് വണ്ണം കുറച്ച് തോന്നിക്കുന്നുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് വണ്ണമില്ലാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. തന്നെ നമ്മൾ ചെക്കിന്റെ ഡിസൈനുള്ള എടുക്കുകയാണെങ്കിലും ചെറിയ ചെറിയ ചെക്കിന്റെ ഡിസൈൻ ഉള്ളതും നമ്മൾ എടുക്കുക, വലിയ വലിയ ഡിസൈൻ ഉള്ളതൊന്നും നമ്മൾ എടുക്കരുത്. ചെക്കിന്റെ മൾട്ടി കളറായിട്ട് വരുന്ന ഡിസൈനുള്ള ഡ്രസ്സും വണ്ണമുള്ളവർ എടുക്കാൻ പാടില്ല. പിന്നെ വരുന്ന ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുന്ന ഒരു ഡിസൈൻസ് ഉണ്ട്. ഇതുപോലെ ഇത് ഇപ്പം താഴോട്ട്, ഇതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. താഴോട്ട് ഡിസൈൻ വരും. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു പിക്കും കൂടെ കൊടുത്തേക്കാം. അപ്പൊ ആ താഴോട്ട് ഡിസൈനുള്ള ഡ്രസ്സുകളാണ് വണ്ണമുള്ളവർക്ക് ചേരുന്നത്. അപ്പൊ നമുക്ക് വണ്ണമുള്ളവർക്ക് വണ്ണവും കൂടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നീളം കുറഞ്ഞതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചും കൂടെ നീളം തോന്നിക്കുകയും ചെയ്യും, വണ്ണം കുറച്ചും തോന്നും. അതുകൊണ്ട് നിങ്ങൾ വണ്ണമുള്ളവർ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസൈൻസിലുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഈ പിക്കിൽ കാണിക്കുന്നത് ഹൊറിസോണ്ടൽ പോലത്തെ ഡിസൈനുള്ള ഡ്രസ്സുകൾ നമ്മൾ വണ്ണമുള്ളവർ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ചബ്ബിയായിട്ട് തോന്നിക്കും. പിന്നെ നമ്മൾ കുർത്തീസോ എന്തെങ്കിലുമൊക്കെ ടോപ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള എടുക്കാണ്ടിരിക്കുക. പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ചെസ്റ്റിന്റെ ഏരിയയിൽ എന്തെങ്കിലും വർക്ക് ഉള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരാൾ നോക്കുവാണെങ്കിൽ അവരുടെ അറ്റൻഷൻ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കോളും. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ഫുള്ളായിട്ട് കവർ ചെയ്തവര് നോക്കും, നമുക്ക് വണ്ണം ഉണ്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അടുത്ത നമ്മൾ നോക്കുന്നത് ഡ്രസ്സിന്റെ ലെങ്ത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ക്രോപ്പ് ടോപ്സുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം, കാലിന്റെ വണ്ണമൊക്കെ കൂടുതലായിട്ട് എടുത്തറിയും, ഒരുമാതിരി ആനക്കുട്ടി നടക്കുന്ന പോലെ പിന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡ്രസ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള കാല് വരെ നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ബട്ടർഫ്ലൈ ടോപ്സുകൾ അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് ഗൗൺസ് കിട്ടും, പിന്നെ ഗൗൺസ് കിട്ടും, ചോളീസ് കിട്ടും, പിന്നെ അനാർക്കലി അതേപോലത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്ലിറ്റ് ഇച്ചിരി കൂടുതലുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്ലിറ്റ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അതും നമ്മുടെ വണ്ണത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സ്ലീവിന്റെ കാര്യത്തിലേക്ക് വരാം. സ്ലീവ് വരുമ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് പഫ് സ്ലീവ്സിനെ പറ്റിയിട്ടാണ്. പഫ് സ്ലീവ്സ് ഇതുപോലത്തെ പഫ് സ്ലീവ്സ് നിങ്ങൾ യൂസ് ചെയ്യരുത്. പഫ് സ്ലീവ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പഫൊക്കെ ആണെങ്കിൽ വണ്ണം കൂടുതൽ തോന്നിപ്പിക്കില്ല, യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം വണ്ണം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൂടുതൽ ഹെവി ആയിട്ട് വണ്ണമുള്ളവർ ഇവിടൊക്കെ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ലീവ്ലെസ് യൂസ് ചെയ്യരുത്. 3/4 അല്ലെങ്കിൽ ഫുൾ ലെങ്തോ ഉള്ള സ്ലീവ്സുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും നമ്മുടെ ഒരു ഹാഫ് സ്ലീവ്, അതായത് ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന ഇത്രയും ഭാഗത്ത് വരുന്ന ഒരു സ്ലീവ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അങ്ങനെ ഹാഫ് സ്ലീവ് യൂസ് ചെയ്യുകയാണെങ്കിലും വണ്ണം കൂടുതലായിട്ട് തോന്നിക്കും. പിന്നെ വരുന്നത് നെക്ക് ഡിസൈൻ ആണ്. നെക്ക് ഡിസൈൻ വരുമ്പോൾ ബോട്ട് നെക്കുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബോട്ട് നെക്ക് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്, ഞാൻ ഇവിടെ വേണമെങ്കിൽ പിക്കും കൂടെ കൊടുത്തേക്കാം. ഇതാണ് ബോട്ട് നെക്ക്. ആ ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ആക്കരുത്. യൂസ് ആക്കി കഴിയുമ്പം നമുക്ക് കൂടുതൽ വണ്ണം ഉള്ളതുപോലെ തോന്നിക്കും കേട്ടോ. പിന്നെ നമുക്ക് ക്ലോസ്ഡ് നെക്ക് യൂസ് ചെയ്യാം. ക്ലോസ്ഡ് നെക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ വണ്ണം അധികം ആൾക്കാരെ അറിയത്തില്ല. ആ രീതിയിൽ നമുക്ക് കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള നെക്കുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു വെട്ടൊക്കെ ഉള്ള ഡിസൈൻ ഉണ്ടാവുമല്ലോ, പോലത്തെ ഡിസൈൻ, അതുപോലത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യാവുന്നതാണ്. സാരിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓവറായിട്ട് കഴുത്ത് ഇറങ്ങിയും പോകാനും പാടില്ല, എങ്കിൽ കഴുത്ത് ഓവറായിട്ട് കയറിയും പോകാൻ പാടില്ല. ആ രീതിയിലുള്ള ഡ്രസ്സുകൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വരുവാണെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ സ്ലീവ്ലെസ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്ലീവ്ലെസ് ഇടാൻ അത്രയ്ക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ സ്ലീവ്ലെസ് ഇടുമ്പം നമ്മുടെ
ആ ഒരു ആമിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു ഡ്രസ്സ് കവർ ചെയ്യുന്ന രീതിയിൽ തയ്ച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം. പിന്നെ സ്ട്രാപ്പ് വരുമ്പോൾ ബ്ലൗസിന്റെ സ്ട്രാപ്പ് വരുമ്പോൾ ചെറിയ തിന്നായിട്ടുള്ള സ്ട്രാപ്പുള്ള ഡ്രസ്സുകൾ വാങ്ങുക. ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഓവറായിട്ട് നമുക്ക് വണ്ണം തോന്നിക്കത്തില്ല. അപ്പൊ സ്ലീവ്ലെസ് ഇടുന്നവരെ കാര്യമാണ് പറഞ്ഞാൽ സ്ലീവ്ലെസ് ഇനി ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരുടെ അടുത്താണ് ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ മടിയാണ്. അങ്ങനെയുള്ളവർ ഒരു ഇന്നർ ഇട്ടിട്ടായിരിക്കും സ്ലീവ്ലെസ് എടുത്തിടുന്നത് അല്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഇന്നർ ഇട്ട് നമ്മളെ വൃത്തികേടാക്കി കളയരുത്. ഇന്നർ ഇടുമ്പോഴത്തേനും എന്ത് പറ്റും, ഇന്നർ സ്കിന്നുമായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്കിന്നിന്റെ ഈ ഒരു കൈയുടെ ഭാഗത്തേക്ക് മാംസം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പൊ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടി കുറവുള്ള ഒരു ഷർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാഷ്വൽ ലുക്കും കിട്ടും, നമുക്ക് അധികം വണ്ണം ഉള്ളതായിട്ട് തോന്നിക്കത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കുന്നത്. അങ്ങനെയൊന്നും തോന്നിക്കത്തില്ല. നമുക്കൊരു കാഷ്വൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒരു സ്ലിമ്മർ ലുക്ക് തോന്നിക്കാനും ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷർട്ട് യൂസ് ചെയ്യാം. പിന്നെ പുറത്ത് ഡീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഒന്ന് വിയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കൊരു സ്ലിമ്മർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീനെക്ക് ഇതാ ഇതുപോലത്തെ വീനെക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ണം തോന്നിക്കത്തില്ല. ഇനി ജീൻസിന്റെ കാര്യത്തിലേക്ക് വരാം. വെച്ചതിന് ശേഷം 2 വർഷമായിട്ട് ഞാനിപ്പോൾ ജീൻസ് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പം ഇനി വണ്ണമൊക്കെ കുറച്ചിട്ട് വേണം ജീൻസ് യൂസ് ചെയ്യാൻ. ഓണമൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ ജീൻസൊക്കെ യൂസ് ചെയ്യും. ജീൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പോലെ നരച്ച നിറത്തിലുള്ള ഒരു ഗ്രേഡിയന്റ് കളർ പോലെ വരുന്ന ജീൻസുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡാർക്ക് കളറിലുള്ള ജീൻസുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രേഡിയന്റ് ആയിട്ടുള്ള കളറുള്ള ജീൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും അട്രാക്ഷൻ ആ ഒരു കളറിലേക്കേ പോകത്തുള്ളൂ. നമ്മുടെ വണ്ണത്തിലേക്ക് പെട്ടെന്ന് ആരും അറ്റൻഷൻ കൊടുക്കത്തില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. തുടയുടെ വണ്ണമൊക്കെ എടുത്തറിയും. മോമി പാൻസ്, ജോഗി പാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഡാർക്ക് വാഷ് ജീൻസ്, ഫുഡ് കട്ട് ജീൻസ്, ബ്ലാക്ക് സ്കിന്നി ജീൻസ്, ഹൈ റൈസ് ജീൻസ്, ഇനി സ്ട്രെയിറ്റ് ലെഗ് ജീൻസ്, ഇത്തരത്തിലുള്ള ജീൻസുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ വണ്ണമുള്ളവർക്ക് ഷേപ്പിയേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ വണ്ണം കുറച്ച് തോന്നിക്കും. പിന്നെ വയറൊക്കെ ഒതുക്കി ഇതുപോലെ തോന്നിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ വിയേഴ്സും നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിലും നമ്മൾ പുറമേ ഇടുന്ന ഡ്രസ്സൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേനും കുറച്ചൊക്കെ ഒതുക്കമൊക്കെ തോന്നിക്കും കേട്ടോ. കറക്റ്റ് ആക്സസറീസ് ആണ്. ഓർണമെന്റ്സും ആക്സസറീസും പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഓർണമെന്റ്സിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ ചിലപ്പം ബോട്ട് നെക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബോട്ട് നെക്ക് യൂസ് ചെയ്യരുത്, വണ്ണം കൂടുതൽ തോന്നിക്കും. ഒരു പക്ഷെ നമ്മൾ ബോട്ട് നെക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹെവി ആയിട്ടുള്ളൊരു കമ്മലിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു കമ്മലിലേക്കായിരിക്കും അറ്റൻഷൻ കൊടുക്കുന്നത്. ഫാറ്റ് കൂടുതലുള്ള ഒരാൾ സാരി ഉടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു മാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വണ്ണം പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. കാരണം മെയിനായിട്ടും എല്ലാവരും നോക്കുന്നത് ആ ഒരു മാലയിലേക്കായിരിക്കും. അതുപോലെ കഴുത്ത് വണ്ണം ഉള്ളവരാണെങ്കിലും നമുക്ക് കൂടുതൽ വലിയ വലിയ മാലകള്, വലിയ ചോക്കറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ കഴുത്തിന്റെ വണ്ണം പെട്ടെന്ന് എടുത്തറിയത്തില്ല കേട്ടോ. ആക്സസറീസിലേക്ക് വരാം. ആക്സസറീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഫുഡ് വെയർ നോക്കാം. മാക്സി ഡ്രസ്സൊക്കെ ധരിക്കുകയാണെങ്കിൽ മാക്സി ഡ്രസ്സിന്റെ കൂടെ ഒരു ജാക്കറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഷൂ ഇടാവുന്നതാണ്. അതല്ല നമ്മൾ മാക്സി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഗൗൺ പോലത്തെ ഡ്രസ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെറിയൊരു ഹീൽഡിന്റെ ചെരുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കംഫർട്ടബിളായിട്ടുള്ള ചെരുപ്പുകൾ ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമുക്കൊരു വേസ്റ്റ് ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം അധികം തോന്നിക്കാറില്ല. ഒരു ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് മിഡിലായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അധികം ലൂസായിട്ടും പോകാൻ പറ്റത്തില്ല, അധികം ടൈറ്റായിട്ടും നമ്മൾ ബെൽറ്റ് കെട്ടിക്കൊടുക്കരുത്. ഒരു മിനിമം ഒരു വേണം നമുക്ക് കെട്ടിക്കൊടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ വണ്ണം അധികം തോന്നിക്കത്തുമില്ല. ഈ ജാക്കറ്റ് പോലത്തെ ഓവർകോട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഓവർകോട്ടോ ജാക്കറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ണം അധികം ആൾക്കാർ അറിയത്തില്ല. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളത് എടുക്കരുത്, ഭയങ്കര ലൂസ് ആയിട്ടുള്ളത് എടുക്കരുത്. ഒരു മീഡിയം സൈസിലുള്ള ഡെനിം ജാക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഓവർകോട്ട് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വണ്ണമുള്ളവരുടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത്. ഇനിയിപ്പോൾ സാരിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തിയാണ്. അപ്പം നമുക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, വണ്ണമുള്ളവർക്ക് വണ്ണമുള്ളതുപോലെ തോന്നും. പക്ഷെ നമ്മൾ ഡ്രസ്സിന്റെ രീതികൾ കുറച്ചൊക്കെ ഒന്ന്
ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ സ്ലിമ്മർ ലുക്ക് തോന്നിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.